നമ്മുടെ ക്രിസ്മസ് സീരീസിലെ ലാസ്റ്റ് എപ്പിസോഡാണ്. കഴിഞ്ഞ സീരീസിലെ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. റെഡ് വെൽവെറ്റ് കപ്പ് കേക്ക് ഒത്തിരി പേര് ഉണ്ടാക്കി നോക്കി നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സമയം കളയാൻ നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് എളുപ്പം പോവാം. നാല് പുഴുങ്ങിയ മുട്ട നാലായി പിടഞ്ഞത്, ഒരു ക്യാപ്സിക്കം, സോയാ സോസ്, ടൊമാറ്റോ കച്ചപ്പ്, ഒരു സവാള എറിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കോൺഫ്ലോർ, മൈദ, കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 4 ടേബിൾ സ്പൂൺ മൈദ, ഉപ്പ് ആവശ്യത്തിന്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് മഞ്ചൂരിയൻ്റെ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയാണ്. ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം കുറേശ്ശെ ഒഴിക്കണം. നമ്മൾ സാധാരണ മഞ്ചൂരിയൻ ഉണ്ടാക്കുന്നത് സോയാബോളും കോളിഫ്ലവറും ഒക്കെ വെച്ചല്ലേ. അതിനേക്കാളൊക്കെ ഒത്തിരി ടേസ്റ്റാണ് നമ്മുടെ മുട്ട വെച്ചുള്ള ഈ മഞ്ചൂരിയന്. അതുകൊണ്ട് ഈ ഒരു പരുവ, ഒത്തിരി ലൂസും ആവരുത്, നല്ലൊരു ടൈറ്റും ആവരുത്, ഈ ഒരു പരുവത്തിലിരിക്കണം നമ്മുടെ ബാറ്റർ. നമുക്കിനി മുട്ട ബാറ്ററിലോട്ട് ഇട്ട് കൊടുക്കാം. ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് കത്തിച്ച് കൊടുക്കാം. അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. എണ്ണ ചൂടാകുമ്പോൾ നമുക്കിത് ഓരോന്നും ഇട്ട് കൊടുക്കാം. ഇത് ബാറ്റർ നമുക്ക് ഒത്തിരി നേരം വെക്കുകയൊന്നും വേണ്ട. ഫുൾ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് എളുപ്പം വറുത്ത് കോരി എടുക്കുകയും ചെയ്യാം. ഒരു സൈഡ് മൂത്തു, അത് മറിച്ചിട്ട് കൊടുക്കാം. ഇത് മറിച്ചിടുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം, മഞ്ഞ ചിലപ്പം പൊട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതും റെഡിയായി. നമുക്കിത് വറുത്ത് കോരി ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി നമുക്കതിൻ്റെ സോസ് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാനിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് വെജിറ്റബിൾ ഓയിലായിട്ടിരിക്കുന്നത്. എണ്ണയൊന്ന് ചൂടാവാം. നമുക്കതിലോട്ട് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇനി ഫുൾ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അതൊന്ന് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. നമുക്കതിലോട്ടൊരു സവാള ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു സവാളയാണ്. സവാളയും കണ്ടമാനം മുഴിയൊന്നും വേണ്ട. അതും ജസ്റ്റ് ഒന്ന് പച്ചമണം മാറുന്നിടം വരെ ഒന്നിളക്കി കൊടുത്തേച്ചാൽ മതി. ഇതിലോട്ട് ക്യാപ്സിക്കം, ഒരു ക്യാപ്സിക്കം കൊച്ചു കഷ്ണങ്ങളായിട്ട് നമ്മൾ അരിഞ്ഞതാണ്, അതും ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക.
നമുക്കിതിലോട്ട് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ നേരത്തെ ഓൾറെഡി ബാറ്ററിനകത്ത് ഇച്ചിരി ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണക്കാക്കി വേണം ഇനി ഉപ്പിടാൻ. അത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതെല്ലാം കൂടി ഇപ്പോൾ ഒരു 3 മിനിറ്റ്, അതിനപ്പുറം ഇളക്കണ്ട, 3 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ഇളക്കി വെച്ചാൽ മതി. ഇതിലോട്ട് സോയാ സോസ് 2 ടേബിൾ സ്പൂൺ സോയാ സോസ്. ഡാർക്ക് ആയാലും കുഴപ്പമില്ല, ലൈറ്റ് ആയാലും കുഴപ്പമില്ല, ഏതെങ്കിലും സോയാ സോസ് നിങ്ങളുടെ കയ്യിൽ ഏതുണ്ടോ ആ സോയാ സോസ് അതുകൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് 2 ടേബിൾ സ്പൂണാണ് ഒഴിച്ചത്, 2 ടേബിൾ സ്പൂൺ. അത് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയാൽ മതി. ഇനി ടൊമാറ്റോ കച്ചപ്പ് അത് 4 ടേബിൾ സ്പൂണാണ് ഒഴിച്ചിരിക്കുന്നത്. അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി വൈറ്റ് വിനീഗറാണ്, അത് 1 ടേബിൾ സ്പൂൺ അതുകൂടെ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം നമ്മുടെ സോസിൻ്റെ ചെറിയ പുളിയും കൂടെ കിട്ടും. ഇനി ആ കുരുമുളക് പൊടി 1 ടീസ്പൂൺ കുരുമുളക് പൊടി അതുകൂടി ഇതിനകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് വേണമെങ്കിൽ നമ്മൾ ഉപ്പ് നോക്കിക്കണം, ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കുക. ഈ നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ അതിനുടനെ റിപ്ലൈ തരാം. ഇനി നമ്മുടെ ഫ്രൈ ചെയ്ത മുട്ടയും കൂടെ ഇതിനകത്തോട്ടിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. സാധാരണ നമ്മൾ ഈ മഞ്ചൂരിയന് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെയാണ് കഴിക്കുന്നത്. പക്ഷേ ഞാനിത് പേഴ്സണലി പ്രിഫർ ചെയ്യുന്നത് കള്ളപ്പത്തിൻ്റെ കൂടെയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലത്തെയുള്ള റെസിപ്പികൾക്ക് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടി. നമ്മുടെ റെസിപ്പി ഒന്നുകൂടെ പറയാം. ആദ്യം നമ്മുടെ മൈദ 4 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും അല്പം ഉപ്പും കൂടെ ആദ്യം ബാറ്റർ ഉണ്ടാക്കി, പിന്നെ നമ്മൾ പുഴുങ്ങിയ മുട്ട അതിനകത്തോട്ട് മിക്സ് ചെയ്തിട്ട് അത് ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ നമ്മൾ ചെയ്തത് എണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി അതിനകത്തോട്ട് സവാള ഇട്ടു. പിന്നെ നമ്മുടെ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തു. അതിനുശേഷം സോസുകളെല്ലാം ഒഴിച്ചു. പിന്നെ കുരുമുളക് പൊടി അല്പം വിനീഗറും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ഫ്രൈ ചെയ്ത മുട്ടയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി. ഇതാണ് നമ്മുടെ എഗ് മഞ്ചൂരിയൻ്റെ റെസിപ്പി.